പുതിയൊരു പ്രൊഫഷണൽ ബോഡിയായിട്ട് ഇതിനെ മാറ്റിക്കൂടാ. എളുപ്പമല്ല, പക്ഷേ എളുപ്പമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലല്ലേ സന്തോഷം. ഏറ്റവും എളുപ്പപ്പെട്ട കാര്യം ചെയ്യാൻ പിന്നെ ഈ കോടിക്കണക്കിന് ഇവിടെ സ്വർണ്ണക്കടയിൽ കയറുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്, ഇവൻ എങ്ങനെയാണ് ധൈര്യമായിട്ട് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആരെല്ലാം തരത്തിലുള്ള ആളുകൾ വരും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. പോറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വീക്കസ്റ്റ് ഓഫ് ദ വീക്ക് പിൽഗ്രിമിന് നിങ്ങളുടെ ഭരണം കൊണ്ട്, ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? അയാൾക്ക് ഭംഗിയായിട്ട് സ്വാമിയോൻ തൊഴാൻ സാധിക്കുമോ? അയാൾക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് നെയ്യഭിഷേകം ചെയ്ത് സുഖമായിട്ട് പോകാൻ പറ്റും? ഇത്ര കുറച്ച് കാര്യങ്ങളെ അവിടെ വരുന്നവർക്ക് ആവശ്യമുള്ളൂ. അവർക്ക് യാതൊരു 5 സ്റ്റാർ ലക്ഷറി അവിടെ വേണ്ട. ഓരോ മാരീജന്മാർ വരും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അത്തരത്തിലുള്ള മാരീജ പ്രവൃത്തികളൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. വരുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. എന്താണ് പ്രാർത്ഥിക്കുന്നത് അവിടെ പോയിട്ട്? എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോണം. ദാറ്റ് ഈസ് യുവർ ജോബ്. ഞാൻ അങ്ങയ്ക്ക് അഹിതമായിട്ടൊന്നും ചെയ്യില്ല. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ, ഏറ്റവും പ്രിയങ്കരനായ IAS ഉദ്യോഗസ്ഥരിൽ ഒരാൾ, ഒരു ബ്യൂറോക്രാറ്റ് എന്നതിനപ്പുറത്തേക്ക് കവി, ഗാനരചയിതാവ്, സാഹിത്യകാരൻ എന്നീ നിലകളിലൊക്കെയും മലയാളികൾ ചേർത്തുവെച്ച വ്യക്തിത്വം K. ജയകുമാർ IAS. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു സുപ്രധാന പദവി കൂടി ലഭിച്ചിരിക്കുകയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ പദവി. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ K. ജയകുമാർ IAS. സ്വാഗതം സാർ. ഈ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഏറ്റവും ആപ്റ്റായ ഒരു രാഷ്ട്രീയ തീരുമാനമെന്നാണ് അങ്ങയുടെ പുതിയ ചുമതല കേരളവും പൊതുസമൂഹവും ഒക്കെ വിലയിരുത്തുന്നത്. ഇതൊരു ആപ്റ്റായ തീരുമാനമായിരുന്നുവെന്ന് ഉണ്ടായ ഇപ്പോഴത്തെ തോന്നൽ ഈ ചുമതല പൂർത്തിയായി പുറത്തിറങ്ങുമ്പോഴും മനുഷ്യരുടെ മനസ്സിലുണ്ടാവണം. അത് നന്നായി എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ശബരിമലയെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ പറ്റി ആളുകളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആശങ്കകളോ ഒക്കെ ഉണ്ട് എങ്കിൽ, ധാരണപ്പിശകുകളുണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റി ഇത് ഭക്തർക്ക് വേണ്ടി ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഒരു കുറ്റമറ്റ രീതിയിലാക്കി പ്രവർത്തനം പൂർത്തിയാക്കി ഇറങ്ങണം. അപ്പം മാത്രമേ ഇത് ആപ്റ്റായിരുന്നു എന്നുള്ള നമ്മുടെ വിചാരം സാക്ഷ്യപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എനിക്ക് ഭഗവാന്റെ അനുഗ്രഹവും മറ്റെല്ലാവരുടെയും സഹകരണവും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രാർത്ഥന. അങ്ങേ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് സർക്കാർ ഓപ്റ്റ് ചെയ്തു എന്നത്, അങ്ങേ ചീഫ് സെക്രട്ടറി എന്ന രീതിയിൽ വിരമിച്ച ശേഷം അല്ലെങ്കിൽ വിരമിക്കുന്നത് വരെയുള്ള അങ്ങയുടെ സർവീസ് കാലയളവിലെ ഒരു പ്രവർത്തന മികവൊക്കെ കണക്കിലെടുത്തു. അതിനപ്പുറത്തേക്ക് ഈ സമയം, ആ ഒരു സന്ദർഭം, സാഹചര്യവും അതിലേറെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്, വലിയൊരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അപ്പോൾ ഈ നേരത്തെ സർക്കാർ എടുത്തതിലുണ്ടായ അങ്ങയുടെ ഒരു വ്യക്തിത്വത്തിലുണ്ടായ ഒരു പ്രതിച്ഛായയുടെ ഭാരവും ഈ പ്രതീക്ഷയുടെ, ജനങ്ങളെ ഏൽപ്പിക്കുന്ന, സമൂഹം ഏൽപ്പിക്കുന്ന ഒരു പ്രതീക്ഷയുടെ ഭാരവും മറ്റൊരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷയുടെ ഭാരവും അല്ലെങ്കിൽ പ്രതിച്ഛായയുടെ ഭാരവും ഒന്നും വലുതായിട്ട് ഞാൻ അനുഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ആളുകൾക്കുള്ള ഒരു പ്രതീക്ഷ നിറവേറ്റാൻ എനിക്ക് സാധിക്കണമേ, എന്നെ അതിനുള്ളൊരു ഉപകരണമാക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അവിടെ പരാജയപ്പെടണമെന്ന് എനിക്ക് തീരെയും വിചാരമില്ല. വിജയിക്കണം. അത് എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഇറങ്ങണം. അങ്ങനെ ഒരു ആശങ്കയൊന്നും എനിക്കില്ല, പരാജയപ്പെട്ടു പോകുമോ, അങ്ങനെയില്ല. അതില്ലാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടല്ല. ഒന്ന്, തീർച്ചയായിട്ടും സർക്കാരിൽ പ്രവർത്തിച്ച ഇത്രയും കാലത്തെ റിട്ടയർമെൻറ്റിന് മുമ്പും അതിന് ശേഷവുമൊക്കെ പ്രവർത്തിച്ച പ്രവൃത്തി പരിചയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയിലുള്ള എൻ്റെ ഏറ്റവും വലിയ പാഥേയം എന്ന് പറയുന്നത്. എനിക്കറിയാം ഒരു ഓഫീസ് സംവിധാനവും ഒരു സ്ഥാപനത്തിൻ്റെ സെറ്റപ്പും ഒക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. അതിനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എനിക്ക് ഗുണം ചെയ്യും. പക്ഷേ അതിനേക്കാൾ പ്രധാനം, ഈ നിർണായകമായ ഘട്ടത്തിൽ, ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു ജോലി എന്നെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തീരുമാനമാണ്. അതിന് എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ അവർ തീരുമാനിച്ചതിൽ. എന്നാൽ ഇതിനു വേണ്ടി അയ്യപ്പൻ തന്നെ എന്നെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു എന്നെനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ വേറൊരു തരത്തിൽ ഒന്ന് പാറ്റേൺ ചെയ്ത് നോക്കുമ്പോൾ
ഞാൻ പിന്നെ ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കെ തന്നെ ദേവസ്വം സെക്രട്ടറി ആവുന്നു, ദേവസ്വം ബോർഡിൻ്റെ ചീഫ് കമ്മീഷണർ ആവുന്നു. പിന്നെ ഹൈ പവർ കമ്മിറ്റി കോടതി ആദ്യമായി രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനാക്കുന്നു. ആദ്യമായി രൂപീകരിച്ചു എന്ന് പറയാൻ അതിന് ഒരു മുൻമാതൃകയൊന്നുമില്ല. അവിടെ നിന്ന് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് ഭരണപരമായിട്ടുള്ള ഹേർഡിൽസ് ഉണ്ടല്ലോ ആദ്യമായിട്ടൊരു സംഗതി ചെയ്യും. അതൊക്കെ പൂർത്തിയായിട്ടാണ് ഞാൻ ഹൈ പവർ കമ്മിറ്റിയിൽ നിന്ന് ഞാൻ മാറുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അതിനൊരു പാറ്റേൺ, ദർ ഇസ് എ പാറ്റേൺ. ഇത് ഭഗവാൻ തന്നെ എന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഏൽപ്പിക്കാനുള്ള പിന്നെ പാഠങ്ങളാണോ ഗൃഹപാഠങ്ങളാണോ എന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത കൃതജ്ഞതയോടുകൂടി ഞാൻ ആ ഭഗവത് ചൈതന്യത്തിനോട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നെ ഇതിനു വേണ്ടി സജ്ജനാക്കുകയായിരുന്നു എനിക്ക് ഇത്രയേറെ അനുഭവങ്ങൾ തന്നത്. കാരണം IAS ഉദ്യോഗസ്ഥനായി എന്നുള്ളത് കൊണ്ട് നമുക്ക് ശബരിമലയുമായിട്ടൊരു പരിചയം വന്നുകൊള്ളുന്നില്ല. ശബരിമലയുടെ ചാർജില്ലാതെയോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ചാർജില്ലാതെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ധനകാര്യ വകുപ്പിൽ ഇരുന്നിട്ടില്ലാത്ത ഒരാളാണ്, എനിക്ക് ധനകാര്യ വകുപ്പ് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ദേവസ്വം അറിയാം, എനിക്ക് വാട്ടർ റിസോഴ്സ് അറിയാം, അല്ലെങ്കിൽ ഹോം മിനിസ്ട്രി അറിയാം, ഡിപ്പാർട്ട്മെൻറ്റ് അറിയാം. ഇതൊക്കെ ചിലർക്ക് ചിലതേ കിട്ടുള്ളൂ, എല്ലാവർക്കും എല്ലാം കിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ദേവസ്വം കിട്ടുന്നു. ദേവസ്വം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം സെക്രട്ടറി ആയതിൻ്റെ ഭാഗമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിൽ, സുപ്രീം കോടതി വെച്ച കമ്മിറ്റിയിൽ അംഗമാകുന്നു. ഇവിടെ പിന്നെ ബോർഡ് പോകുന്നൊരു സമയത്ത് ഞാൻ ചീഫ് കമ്മീഷണറാകുന്നു. അവിടെ ഒരു അരവണ പ്രശ്നം വന്നപ്പോഴാണ് ആദ്യമായിട്ട് എന്നെ ശബരിമലയുമായിട്ട് ഔദ്യോഗികമായി ഞാൻ ബന്ധപ്പെടുന്നത്. അന്ന് G. സുധാകരനാണ് മന്ത്രി, അന്നത്തെ VS മന്ത്രിസഭയിൽ. അപ്പോൾ ഈ അരവണ ഇങ്ങനെ ബക്കറ്റിൽ കോരി കൊടുക്കുന്നു. അങ്ങനെ ഒരു 2007-8 ആണെന്ന് എനിക്ക് തോന്നുന്നു. ആകെ പ്രശ്നമായി കിടക്കുന്നൊരു സമയം, വളരെ അങ്ങ് നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ അങ്ങ് താണു പോയ ഒരു സമയത്താണ് എനിക്കെന്ന വാസ്തവത്തിൽ G. സുധാകരൻ, അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാനിപ്പോൾ ഡൽഹിയിൽ 5 വർഷം കഴിഞ്ഞിങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ പുതിയ നേതൃത്വമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്നാരാണ്, ദേവസ്വം മന്ത്രിയാണ്, നിങ്ങളെ അവിടെ ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് വിടണം എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. ഞാൻ പറയും എന്നിട്ട് സാർ അവിടെ ഞാനിപ്പോൾ പോയിട്ട് അവിടെ ആകെ കുഴപ്പമായിട്ട് കിടക്കുകയല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ വിടുന്നത്, യു ഷുഡ് ഗോ. അവിടെ എന്തെങ്കിലും പോയി ഒന്ന് കയ്യിലെടുക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമോ. അപ്പോൾ ആളുകൾ വളരെ അജിറ്റേറ്റഡാണ് ഈ അരവണയുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി. ഞാൻ പിറ്റേന്ന് തന്നെ ശബരിമലയിലെത്തുന്നു. അതിനു മുമ്പ് ഞാൻ ശബരിമല പോയിട്ടുണ്ട്, ഭക്തൻ എന്നുള്ളതിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് അവിടെ ചെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ, അവിടെ സിസ്റ്റംസൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്യും. എന്നിട്ടും അന്ന് എന്നാലാവും ഇതൊക്കെ ഞാൻ കുറച്ചൊരു പരിഹാരമൊക്കെ ഉണ്ടായി, പക്ഷേ ശാശ്വത പരിഹാരമല്ല. അപ്പോഴാണ് പിന്നീട് ചീഫ് കമ്മീഷണർ ആവുന്നത്. അന്ന് ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ കണ്ടുവച്ചിരുന്നു അത് കുറേയൊക്കെ പരിഹരിക്കാൻ എനിക്ക് പിറ്റേ വർഷം എനിക്ക് അവസരം കിട്ടി. ഞാനതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അവിടെ എങ്ങനെ നമുക്ക് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടത്താം, എവിടെയാണ് ഇതിൻ്റെ പിറ്റ്ഫോൾസ് എന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ചീഫ് കമ്മീഷണർ സ്ഥാനം വളരെയേറെ പ്രയോജനപ്പെട്ടു. അന്നും ഇന്നും ഇപ്പം ഞാൻ ചെയർമാനായിട്ട് പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലും അന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം, ശബരിമലയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അവിടെ തൊഴാൻ വരുന്ന ഏറ്റവും പവർലെസ് ആയിട്ടുള്ള, സോഷ്യൽ ബന്ധങ്ങളില്ലാത്ത, സമ്പത്തില്ലാത്ത ഒരു നിസ്വനായിട്ടുള്ള ഒരു അയ്യപ്പനെ നമ്മൾ സങ്കല്പിക്കണം. ഗാന്ധിജി പറഞ്ഞ് അന്ത്യോദയയിൽ പറഞ്ഞതുപോലെയാണ്, നിങ്ങൾക്കൊരു വെൻ യു ആർ ഇൻ ഡൗട്ട് തിങ്ക് അബൌട്ട് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ മാൻ. അയാൾക്ക് നിങ്ങളുടെ ഒരു തീരുമാനം പ്രയോജനപ്പെടുമെങ്കിൽ അത് ശരിയാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ വരുന്ന ഏറ്റവും സാധുവായിട്ടുള്ള, എന്നാൽ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് മാത്രം അനാരോഗ്യം പോലും വകവെച്ച്, സാമ്പത്തികമായ പരാധീനതയും വകവയ്ക്കാതെ, അനാരോഗ്യവും വകവയ്ക്കാതെ ശബരിമലയിൽ വരുന്ന ഒരു ഭക്തൻ, അയാൾ എന്ത് പ്രതീക്ഷിക്കുന്നു അവിടെ നിന്ന്? അയാളെ നമ്മൾ നോക്കിയോ? നമ്മുടെ കണ്ണ് ഏറ്റവും പവർലെസ് ആയിട്ടുള്ള ആളിലെത്തിയോ? നമ്മളിതിൻ്റെ ഭരണത്തിലിരിക്കുകയാണ്, ഒരു സ്ഥാപനത്തിൻ്റെ അധിപനായി നമ്മളിരിക്കുകയാണ്, നമുക്ക് അധികാരമുണ്ടല്ലോ. അയാളെ നമ്മളെങ്ങനെ സഹായിക്കാം? അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ കരുക്കളും നീക്കിയാൽ എനിക്ക് തോന്നുന്നത് ശബരിമല ഭരണത്തിൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിനൊരു അവസരം ഭഗവാൻ തന്നിരിക്കുന്നു, സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഈ നിയോഗത്തെ പറ്റിയുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് എല്ലാം പിൽഗ്രിം സെൻറ്റേർഡായിട്ട് ചെയ്യുക. പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വീക്കസ്റ്റ് ഓഫ് ദ വീക്ക് പിൽഗ്രിമിന് നിങ്ങളുടെ ഭരണം കൊണ്ട്, ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? അയാൾക്ക് ഭംഗിയായിട്ട് സ്വാമിയോൻ തൊഴാൻ സാധിക്കുമോ? അയാൾക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് നെയ്യഭിഷേകം ചെയ്ത് സുഖമായിട്ട്
പോകാൻ പറ്റും. ഇത്ര കുറച്ച് കാര്യങ്ങളെ അവിടെ വരുന്നവർക്ക് ആവശ്യമുള്ളൂ. അവർക്ക് യാതൊരു 5 സ്റ്റാർ ലക്ഷറി അവിടെ വേണ്ട. വിരിവെച്ച് എവിടെയെങ്കിലും കിടക്കും. പക്ഷേ അതിന് വൃത്തി വേണം. അയാൾക്ക് ടോയ്ലറ്റിൽ പോയാൽ അതിന് സൗകര്യം ഉണ്ടാവണം. അന്നദാനം ഭംഗിയായിട്ട് നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളെ അവിടെ വാസ്തവത്തിൽ ചെയ്യാനുള്ളൂ. പക്ഷേ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സന്നാഹങ്ങൾ വേണം. കാരണം നമ്പേഴ്സ് 10-15 പേരാണ് വരുന്നതെങ്കിൽ നമുക്കിത് ഭംഗിയായിട്ട് ചെയ്യാം. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ രാത്രിയും പകലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റംസ് ബ്രേക്ക് ഡൗൺ ആവാതെ നമുക്കിത് എങ്ങനെ നിലനിർത്താം? ഈ ഒരു അവബോധം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, യു സെർവ് ദ പുവർ എന്ന് പണ്ട് എന്താണ് മദർ തെരേസയോട് ചോദിച്ചല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഈ പിന്നെ അവിടെ ഓടയിൽ നിന്ന് ഒരു കുഷ്ഠരോഗിയൊക്കെ എടുത്ത് എങ്ങനെയാണ് അമ്മ പരിചരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ ഉത്തരം എന്തായിരുന്നു? ഐ സീ ജീസസ്, ഐ നേഴ്സ് ജീസസ്. ഞാൻ ഈ തെരുവിൽ കിടക്കുന്ന യേശുവിനെയാണ് പരിചരിക്കുന്നത്. അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്, ഞാൻ വിശന്ന് വന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നില്ല, ഞാൻ ദാഹിച്ചപ്പോൾ നീ വെള്ളം തന്നില്ല, എനിക്ക് വസ്ത്രമില്ലാത്തപ്പോൾ നീ വസ്ത്രം തന്നില്ല എന്ന് പറഞ്ഞില്ലേ? യേശു ഒരിക്കലും വിശന്ന് വന്നില്ല, ദാഹിച്ചും വന്നില്ല. പക്ഷേ വിശന്ന് വരുന്ന ഓരോരുത്തരിലും നീ എന്നെ കാണണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് മദർ തെരേസ പറഞ്ഞത്, ഐ സീ ജീസസ്, ഞാൻ ജീസസിനെയാണ് നഴ്സ് ചെയ്യുന്നത് എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടി അവിടെ വരുന്ന ഓരോ ഏറ്റവും സാധുവായിട്ടുള്ള ഭക്തനിലും അയ്യപ്പനിതാ വരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വാമി എന്നല്ലേ വിളിക്കുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ സ്വാമി എന്നാണ് വിളിക്കുന്നത്. അയ്യപ്പനാണ്. അയ്യപ്പനിതാ വേഷപ്രച്ഛനായി വന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ലുക്ക് ആഫ്റ്റർ ഹിം എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ശബരിമല അത്ഭുതകരമായിട്ടുള്ള പരിണാമം നമുക്ക് കാണിക്കാൻ സാധിക്കും. വിസ്മയകരമായിട്ടുള്ള മാറ്റം ആ ഷ്രൈനിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്യുമോ അതൊന്നും എനിക്ക് വിശദാംശങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ തൊഴാനായിട്ട് കഴിഞ്ഞ വർഷം പോയതല്ലാതെ അവിടുത്തെ ഭരണപരമായ ഒരു കാര്യം എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. പോയതിന് ശേഷം എന്നെ നയിക്കുന്ന ഒരു ഫിലോസഫി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു ദർശനം ഇതാണ്. തികഞ്ഞൊരു ഭക്തനാണ് അങ്ങ്. ഞാൻ ഭക്തനാണ്, തികഞ്ഞ. അതെ, ഞാൻ ചീഫ് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഏപ്രിൽ 1-ാം തീയതി, അപ്പോൾ മാർച്ച് 31 ഇവിടെ പിന്നെ സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് മാർച്ച് 30 അത് കാരണം ഞാൻ ഇവിടുന്ന് വൈകുന്നേരം പോയി. അന്ന് ഏതോ ഒരു പൂജയ്ക്ക് നട തുറന്നിരിക്കുന്ന ദിവസമാണ്. ഇവിടുന്ന് 4 മണിക്ക് പോയി അവിടെ പോയി തൊഴുത് രാഖി രാമൻ ഇറങ്ങി തിരിച്ചു വന്നിട്ടാണ് ഞാൻ ചാർജ് എടുത്തത്. കാരണം അവിടുന്ന് പെർമിഷൻ ഇല്ലാതെ എനിക്ക് എന്താണ് പ്രാർത്ഥിക്കുന്നത് അവിടെ പോയിട്ട്? എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോണം. ദാറ്റ് ഈസ് യുവർ ജോബ്. ഞാൻ അങ്ങയ്ക്ക് അഹിതമായിട്ടൊന്നും ചെയ്യില്ല. പക്ഷേ യു ഷുഡ് പ്രൊട്ടക്റ്റ് മീ. അത് കൃത്യമായിട്ട് ഭഗവാൻ അനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത്. തികഞ്ഞൊരു ഭക്തനായി അങ്ങ് ഈ ഒരു സമയത്ത് ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഏൽക്കുമ്പോൾ ആ ഭക്തി നിർഭരം എന്നതിനപ്പുറത്തേക്ക് കരുക്കൾ നീക്കുന്നത് തന്ത്രപൂർവ്വമായിരിക്കണം എന്ന, അങ്ങനെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കേണ്ട ഒരു ഇടത്തേക്കാണ് അവരോധിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടോ? തന്ത്രപൂർവ്വം കരുക്കൾ നീക്കത്തക്ക ഒരു കാര്യം എനിക്കില്ല. ഇപ്പോൾ അവിടെ നമുക്ക് ആവശ്യമില്ല. തന്ത്രപൂർവ്വമല്ല, വളരെ വിദഗ്ധമായിട്ട് അതിൻ്റെ പുനഃക്രമീകരണം നമ്മളുടെ ഭരണപരിചയം കൊണ്ടും ഈ നമ്മളുടെ ഒരു ദർശനത്തിൻ്റെ ക്ലാരിറ്റി കൊണ്ടും ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു പരിപാടിയിലും നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിലും ഉദ്യോഗത്തിലും അസൈൻമെൻറ്റിലും ഒക്കെ നമ്മൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ രസതന്ത്രം എന്താണ്? നിങ്ങൾക്ക് ആ ചെയ്യുന്ന ജോലിയുടെ സത്ത നിങ്ങളെ എല്ലാ പ്രവൃത്തിയിലും നയിക്കുമെങ്കിൽ എവ്രിതിങ് ഗോസ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. അങ്ങനെയാണ് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവൃത്തികളെ നമുക്ക് അന്വയിക്കാൻ സാധിക്കുന്നത് എങ്കിൽ നമുക്ക് ഏതൊരു ജോലിയും വിജയകരമായിട്ട് ചെയ്തെടുക്കാം. അതല്ല ഇതിനിടയ്ക്ക് മറ്റു പല സബ് അജണ്ടകൾ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴിമാറിപ്പോവുകയൊക്കെ ചെയ്താൽ ഈ മെയിൻ അജണ്ട ഒരിക്കലും പ്രാവർത്തികമാകില്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഏതൊരു വകുപ്പിലിരിക്കുമ്പോഴും ഈ വകുപ്പ് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണ, ഒരു ചിന്ത, അത് നമ്മുടെ മന്ത്രിയെ കൊണ്ടുകൂടെ സമ്മതിപ്പിക്കണം. ഇങ്ങനെയാണ് സാർ നമുക്കിതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുക. ആൻഡ് നമ്മളെന്നിട്ട് ഒരുമിച്ച് തമ്മിൽ മുമ്പോട്ട് പോവുക. അങ്ങനെ ഏതൊരു സ്ഥാപനവും നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും. ഈ ദേവസ്വം ബോർഡ് നമുക്ക് ഈ ഒരു ലക്ഷ്യമുണ്ട്. അതിനാണല്ലോ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ക്ലാരിറ്റി ഓഫ് പർപ്പസ് ഉണ്ടായാൽ ബാക്കിയൊക്കെ ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്ലാരിറ്റിയും പ്യൂരിറ്റിയും ഉണ്ടാവണം. ക്ലാരിറ്റി ഓഫ് പർപ്പസ് ആൻഡ് പ്യൂരിറ്റി ഓഫ് പർപ്പസ് ഉണ്ടാവണം. ആ ഇമ്പ്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ പോയി കേട്ടോ, ഒരു ഇമ്പ്യൂരിറ്റിയും വരാൻ പാടില്ല. എന്താണ് ഇമ്പ്യൂരിറ്റി? സെൽഫിഷ്നെസ്, അറഗൻസ്, വേണ്ടാത്ത ഈ കാമ, ക്രോധ, മോഹ, ലോഭ, മത മാത്സര്യങ്ങൾ എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വിട്ടിട്ട് പോകും. മറ്റേ നമ്മളെ കൈ പിടിച്ചോളും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ ഡിസിഷനും ഇറ്റ് വിൽ സ്പാർക്കിൾ വിത്ത് ബ്യൂട്ടി. അതാണ് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഞാനിപ്പോൾ 73 വയസ്സായില്ലേ. ഇപ്പം ഈ പ്രായത്തിൽ എനിക്കിത് പറയാം. ഞാനൊരു 50 വയസ്സിലോ 45 വയസ്സിലോ ഞാനിങ്ങനെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഓരോ കാര്യത്തിലും ദർ ഇസ് എ ഡിവൈൻ വിൽ ബീങ് ഓർക്കസ്ട്രേറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതം തന്നെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് ജീവിക്കേണ്ടി വരും. കാരണം ഇറ്റ് ഈസ് നോട്ട് മൈ വിൽ, അദ്ദേഹത്തിൻ്റെ വില്ലാണ്. അതൊരു
ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഇത് പലരും ചോദിച്ചു ശബരിമല ആകെ പ്രശ്നമല്ലേ, മുൾക്കിരീടം. ഒരു മുൾക്കിരീടവും ഇല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തിനാണെന്ന് വ്യക്തത ഉണ്ടാവുക, ഭഗവാനോടെല്ലാം പറഞ്ഞുകൊള്ളുക, പ്യൂരിറ്റി ഓഫ് പർപ്പസോടുകൂടി മുമ്പോട്ട് പോവുക. ഷുവർ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഭരണപരമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഓഫീസും പൂർണ്ണമായും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ദർ വിൽ ബി ഇൻഡിവിജ്വൽസ്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, പിറ്റ്ഫോൾസ്, അതൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഹൈ പവർ കമ്മിറ്റി ചെയർമാനായപ്പോഴും സ്പെഷ്യൽ കമ്മീഷണറൊക്കെ ആയിരുന്ന സമയത്തൊക്കെ അങ്ങനെ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനായാണ് ശബരിമലയുമായി. ഇപ്പോൾ അതല്ല ആ പദവി. അതിൽ നിന്ന് വരുന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ അന്തരീക്ഷമൊക്കെ മാറുകയാണ്. മാത്രമല്ല ഈ എത്ര കണ്ട് തന്നെ നമ്മൾ വിവാദങ്ങളിൽ നിന്ന് മാറി നിന്നാലും വിവാദം വിട്ടൊഴിയാത്തൊരു ഇടമാണ്. പ്രത്യേകിച്ച് ശബരിമല ഉള്ളത് കൊണ്ട് മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത്രയേറെ പ്രശസ്തിയും ഇത്രയേറെ ജനകീയതയും ഒക്കെ വരുന്നത്, സ്വീകാര്യതയൊക്കെ വരുന്നത്. ആ വിവാദങ്ങൾ ഒഴിയാത്തൊരിടത്തേക്ക് അങ്ങേപ്പോലുള്ള ഒരു വ്യക്തി, അങ്ങേപ്പോലുള്ളൊരു വ്യക്തിത്വം അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യവും മറുഭാഗത്തുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് ആളുകൾ പ്രതീക്ഷിക്കുമല്ലോ, ചോദിക്കണമല്ലോ. ഇയാൾ ആവശ്യമില്ലാതെ വിവാദത്തിൽ പെടുവോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വെൽവിഷേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ വിവാദത്തിൻ്റെയും ജനസിസ് എന്താണ്, അതിൻ്റെ തലവര എന്താണ്, എന്തുകൊണ്ടത് സംഭവിച്ചു, എങ്ങനെയാണ് ഒരു വിവാദം ഉണ്ടാവുന്നത്? ഈ പറഞ്ഞ പോലെ ലക്ഷ്യബോധത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ വിവാദം വരും. അതിനുവേണ്ടി ഇതിനൊക്കെ പല സെറ്റിങ്സ് ഉണ്ടല്ലോ. അവിടെയൊന്നും നമ്മൾ പോയി നിൽക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കതിനൊന്നും ഒരു ഭയവുമില്ല കേട്ടോ, ഒരു ഭയവുമില്ല. പക്ഷേ ഈ നമ്മളവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തതയുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങളൊന്നും വരികയല്ല ഇപ്പം. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് തൻ്റേതായിട്ടുള്ള ഓട്ടോണമിയൊക്കെ ഉണ്ട്. ഒരു കാര്യത്തിലും ഗവൺമെൻറ് അങ്ങനെ ഇടപെടാറേയില്ല. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ് അവിടെ, അല്ലാതെ സർക്കാർ ഇടപെട്ട് അവിടെ ഒരു കോൺട്രവേഴ്സിയും ഇല്ല, ഒന്നുമില്ല. സർക്കാർ ഇടപെടാറേയില്ല. സർക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്യാറേ ഉള്ളൂ. മറ്റ് വകുപ്പുകളെ കൂടെ നമ്മളോടൊപ്പം കൂട്ടിയോജിപ്പിക്കാൻ സർക്കാർ സഹായിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾ ദേവസ്വം ബോർഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആരും പറയാറില്ല. ഇത്രയും കാലം ഈ മാധ്യമങ്ങൾക്ക് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ആ വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ടി വന്നിരുന്നില്ല. തികച്ചും അങ്ങൊരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ സാഹചര്യം മാറുമ്പോൾ മറ്റൊരു ചുമതലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉറപ്പായി മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വരും. പ്രതികരിച്ചേ പറ്റൂ. കാരണം എല്ലാ വിഷയങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പ്രസിഡന്റ് എന്ന നിലയിൽ ആധികാരികമായും ഔദ്യോഗികമായും അങ്ങയുടെ മറുപടിയും നിലപാടുകൾക്കും ഏറെ പ്രസക്തമാണ്. അപ്പോൾ നിരന്തരം മാധ്യമങ്ങളുമായി സംവദിക്കുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നൊരു സന്ദർഭം. ആവശ്യമില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയോ വിവാദം സൃഷ്ടിക്കുകയോ പിന്നെ അങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനൊന്നും ബോധപൂർവ്വം ശ്രമിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഞാൻ ശബരിമലയുടെ ചാർജ് ഉള്ളപ്പോൾ തന്നെ മാധ്യമങ്ങളെ എന്തെല്ലാം അറിയിക്കണമോ അത് കൃത്യമായിട്ട് അറിയിക്കും. ഐ എം നോട്ട് എ മീഡിയ ഷൈ പേഴ്സൺ. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥനല്ല, ഇതൊരു വേറൊരു തരം ജോലിയാണല്ലോ ഈ പ്രസിഡൻ്റ് ഓഫ് ദ ദേവസ്വം ബോർഡെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇതുവരെ ഞാൻ അനുവർത്തിച്ചിരുന്ന ചില ചിട്ടകളൊക്കെ ഉണ്ട്. അത് മാറണമോ വേണ്ടേ എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകും തോറും അറിയിക്കാം. പിന്നെ ആവശ്യമില്ലാത്തവരൊന്നും എൻ്റെ അടുത്ത് വരികയില്ല. അങ്ങനെയാണ് വേറൊരു വിഷയം. നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന മാരീചന്മാരൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. മാരീചനാണല്ലോ, ഓരോ മാരീചന്മാർ വരും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അത്തരത്തിലുള്ള മാരീച പ്രവൃത്തികളൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. വരുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ആൻഡ് നമുക്കത് വഴിമാറിയാൽ വിട്ട് കളഞ്ഞാൽ മതി. ഞാനതൊരു സിംപ്ലിസ്റ്റിക്കായിട്ട് പറയുകയല്ല, ഓവർ സിംപ്ലിഫൈ ചെയ്യല്ല. അതിൻ്റെ സങ്കീർണതകളൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമ്മളെ ഒന്നും ബാധിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഓഫ് പേർപ്പസ്, അതല്ലാതെ വേറെ ഒന്നിലും നമുക്ക് താല്പര്യമില്ലല്ലോ. പിന്നെന്ത്? ഈ അവതാരങ്ങളെ അകറ്റി നിർത്തുക എന്ന് പറയുമ്പോഴാണ് എപ്പോഴും ഒരു സർക്കാരും ഭരണകൂടവും ഒക്കെ അത്രത്തോളം ശുദ്ധീകരണം ഉണ്ടാവുക. അപ്പോൾ ഈ ശബരിമലയിലും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അവതാരങ്ങളെ എങ്ങനെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത്. ഇവൻ എന്തിനാണ് അടുപ്പിച്ച് നിർത്തേണ്ട കാര്യം എന്താണ്? അല്ല എന്താണ് ഈ പറഞ്ഞ പോലെ പിൽഗ്രിം വെൽഫെയറിന് അവരെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ചാനലൈസ് ചെയ്ത് വിടണം. അതിനകത്ത് ഒരു ആംബിഗ്വിറ്റി പാടില്ല. അതൊക്കെ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ എൻ്റെ ശ്രദ്ധയിൽ നിന്ന്, എൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കാനുള്ള ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളെയും, അത് ആൾ രൂപത്തിലായാലും എന്ത് രൂപത്തിലായാലും ഉള്ള പ്രലോഭനങ്ങളെയൊന്നും എനിക്ക് ഭയമില്ല. കാരണം ഞാനീ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരാഗ്രഹങ്ങളും ഇപ്പോൾ ഇല്ല. സാഹിത്യത്തിലൊക്കെ ഇത്തിരി ജോലി ചെയ്യണമെന്നൊരാഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സാഹിത്യം, സിനിമയാണ് ആ ആഗ്രഹങ്ങൾ ബാക്കി കിടക്കുന്നത്. വേർ ഐ ഹാവ് ടു ഡു സംതിങ്. പൊതുജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കതിനുള്ള ഒരു ഗ്രാമർ
ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം അവിടെ. ഒരുപക്ഷെ ഇപ്പോൾ പഴയതുപോലെ ആയിരിക്കില്ല സാർ. അത് ഇപ്പോൾ ഈ ശബരിമല ഇത്രയേറെ എല്ലാവരും ശ്രദ്ധയോടെ കണ്ണും കാതും കൂർപ്പിച്ച് ഇത്രയും കാലം അതില്ലാതിരുന്നതിൻ്റെ സോഷ്യൽ മീഡിയ തിക്തഫലമാണല്ലോ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഒരുപക്ഷെ ഭരണകൂടവും സർക്കാരും ഒക്കെ ഇനി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കും. കാരണം അതിനവിടെ ഏറ്റവും കൂടുതൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട വിഷയമാണ്, ശുദ്ധീകരശ നടത്തേണ്ട ഒരു സ്ഥലമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാന വിഷയം എന്താ പറയുക, ഞാനത് വിശദാംശങ്ങളിലേക്ക് പോണില്ല. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ പറഞ്ഞാൽ വളരെ വലുതാണ്. ശബരിമല മാത്രമല്ല, ഒരുപാട് ക്ഷേത്രങ്ങൾ, വിശ്വാസികളുടെ വിശ്വാസം. അപ്പോൾ ഇതെല്ലാം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടുതൽ സുതാര്യവും സിസ്റ്റംസ് കുറച്ചുകൂടെ റോബസ്റ്റും ആവണം. ഇതിനേക്കാൾ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളില്ലേ, ഇപ്പോൾ ബാങ്ക്, സ്വർണ്ണ കച്ചവടം നടത്തുന്ന വ്യാപാരികൾ. ഞാൻ എപ്പോഴും ആലോചിക്കും, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം ഇങ്ങനെ അലമാരയ്ക്ക് വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? ആളുകൾ ഇങ്ങനെ ഇരച്ചു കയറുന്നു, ആളുകളെ സ്വർണ്ണം എടുത്ത് കാണിക്കുന്നില്ലേ? അവിടെ നിന്നൊന്നും മോഷണം പോകുന്നില്ലല്ലോ. ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോകുന്നുണ്ടോ? ബിക്കോസ് ദ സിസ്റ്റംസ് ആർ ട്യൂൺഡ് ഫോർ ദ വേഴ്സ്റ്റ് പോസിബിലിറ്റി. ഏറ്റവും മോശമായ ഒരു പോസിബിലിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ട് സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അല്ലേ ഈ കോടിക്കണക്കിന് ഇവിടെ സ്വർണ്ണക്കടയിൽ കയറുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട്, ഇവൻ എങ്ങനെയാണ് ധൈര്യമായിട്ട് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആരെല്ലാം തരത്തിലുള്ള ആളുകൾ വരും, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. മുകളിലെടുത്ത് വെച്ച സ്വർണം അടിയിൽ വെച്ചോ ഇല്ലയോ അതവിടെ കിടന്നു, അതിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ സ്വർണ്ണക്കട പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു അതുപോലെ തന്നെ ബാങ്കുകൾ, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട്? ആ സിസ്റ്റംസാണ്. അവർ ചെയ്യേണ്ട ജോലിയുടെ വ്യാപ്തിയും ആ വ്യാപ്തിക്കനുസരിച്ചുള്ള റോബസ്റ്റ് സിസ്റ്റംസ് ഇല്ലെങ്കിൽ ലീക്കേജ് വരും. ഈ മിസ്മാച്ചാണ് ശബരിമലയിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ വരുന്ന ഭക്തന്മാർ പലപ്പോഴും ഭക്തി എന്ന വികാരത്താൽ ദുർബലമായിരിക്കുന്ന അവസ്ഥയാണ്. ഒരർത്ഥത്തിൽ അവരുടെ സാധാരണയുള്ള ജാഗ്രതയൊക്കെ പോകും. ഭക്തിയിൽ നിൽക്കുമ്പോൾ സന്നിധാനത്തേക്ക് വരുമ്പോൾ അവർ ദർ ക്യാരിഡ് അവേ ബൈ വേറൊരു വേറൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലുള്ളവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവിടെ സംവിധാനങ്ങളുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഇവന് ക്ലാരിറ്റി ഉണ്ടോ? ഇവൻ എന്ത് ചെയ്യും? ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ വേർ ഡസ് ഹി ഗോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സിസ്റ്റം റീ എൻജിനീയറിംഗ് ആണ് അവിടെ വേണ്ടത്. ഈ ഓരോ ആവശ്യവും മനസ്സിലാക്കി. ഞാൻ ഈ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബാങ്കിൽ എന്തെല്ലാം ട്രാൻസാക്ഷനാണ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെല്ലാം ട്രാൻസാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ കൃത്യമായിട്ടിപ്പോൾ എല്ലാം സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും സങ്കീർണമായിട്ടുള്ള സിസ്റ്റം നടക്കാമെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഈ ശബരിമലയിൽ വരുന്ന ആളുകളെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനകത്ത് വരുന്ന ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് ഈ ആളുകളെ പരിശീലിപ്പിച്ചുകൂടാ? പുതിയൊരു പ്രൊഫഷണൽ ബോഡിയായിട്ട് ഇതിനെ മാറ്റിക്കൂടാ? ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ആധികാരികമായിട്ട് പറയില്ല, ഞാനങ്ങോട്ട് കയറിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ നയിക്കുന്ന ചില ചിന്തകൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ബോഡിയായി അതിനെ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ എളുപ്പമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലല്ലേ സന്തോഷം. ഏറ്റവും എളുപ്പപ്പെട്ട കാര്യം ചെയ്യാൻ പിന്നെ അല്ലേ? 2 × 4 എന്ന് എഴുതാൻ നമുക്ക് സന്തോഷമുണ്ടോ? പക്ഷേ ആ കോൺസെപ്റ്റ് വളരെ നല്ലതാണ് സാർ. ഒരു പ്രൊഫഷണൽ സിസ്റ്റം അവിടെ സിസ്റ്റവും ആവശ്യങ്ങൾ തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ ഇല്ല. സാഹചര്യത്തിൽ പോലും അത് സർക്കാർ ഒരുപക്ഷെ അങ്ങനെ ആ കോൺസെപ്റ്റിന് അതാണ് ഞാൻ 2 വർഷം കൊണ്ട് ഇത് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആക്കി ഇറക്കാമെങ്കിൽ ഐ തിങ്ക് അത് ഒരു ലാസ്റ്റിംഗ് ഇംപ്രിൻ്റ് ആയിട്ട് നമ്മളെല്ലാം ഇതിനകത്ത് വരാൻ പോകുന്ന എല്ലാ അബറേഷനെ പറ്റിയും മിസ്യൂസിനെ പറ്റിയും നമ്മൾ ബോധവാനാവണം. അങ്ങനെയല്ല, യു ഓൾവേസ് പ്ലാൻ ഫോർ ദ മിസ്യൂസ്. ഏറ്റവും സമർത്ഥനായ കള്ളന് വേണ്ടിയിട്ടാണ് ഒരു സെക്യൂരിറ്റി സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതല്ലേ, ചെറിയ ചൊറിക്കള്ളന് വേണ്ടിയിട്ടല്ല. അവനോട് ഏറ്റവും സമർത്ഥനായിട്ടുള്ള മോസ്റ്റ് ബ്രില്യൻ തീഫ്, അവനെ പിടിക്കാൻ എൻ്റെ സിസ്റ്റം കൊള്ളാമെങ്കിൽ മൈ സിസ്റ്റം ഈസ് ഗുഡ് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാകുമെങ്കിൽ ഇറ്റ് ബിക്കം വെരി പ്രൊഫഷണൽ. ആളുകളെയൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അവർക്ക് പരിശീലനം കൊടുക്കണം, നിരന്തരമായ പരിശീലനം കൊടുക്കണം. ഇതല്ലാതെ ഈ ലെവൽ ഓഫ് പ്രൊഫഷണലിസത്തിലല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാവണം. അല്ലാതെ ഇതൊക്കെ മതി. ഞാൻ എപ്പോഴും IMG-യിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയും, 2 ഫിലോസഫിയാണ്. ഇതൊന്നും പോരാ, എനിക്കിനി നന്നാവണം എന്നുള്ളത്, ഇതൊന്നും പോരാ, ഇതൊക്കെ മതി. ഇതൊന്നും പോരാ എന്നും ഇതൊക്കെ മതി എന്നുള്ളിടത്തിനകത്ത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സലൻസ് ആൻഡ് മീഡിയോക്രിറ്റി നമുക്ക് വരയ്ക്കാം. എപ്പോൾ നമ്മൾ ഇത് മതി എന്ന് തോന്നുന്നു, യു ഫോൾ ഇൻ ടു ദി
ട്രാപ്പ് ഓഫ് മീഡിയോക്രിറ്റി. ഇത് പോരെ കേട്ടോ, കുറച്ചുകൂടെ അതാണ് എക്സലൻസിലേക്കുള്ള വളർച്ച നമ്മളുണ്ടാകും എന്ന് പറയുന്നത് പോലെ ഇറ്റ് ഈസ് പോസിബിൾ. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുന്നതിനാണ് നമുക്ക് സന്തോഷം. അത് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം, ഒരു മാർഗദർശനം അല്ലെങ്കിൽ ഒരു മാർഗരേഖയാണോ, ഗൈഡ്ലൈൻസ് ആണോ, അതോ ഡീറ്റെയിൽസിലേക്ക് എനിക്കിപ്പോൾ പൊക്കൂടാ, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഇപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇതാണ് ലക്ഷ്യം എനിക്കിപ്പോൾ പറയാമല്ലോ. ഇത് പ്രൊഫഷണലൈസ് ചെയ്യണം വിത്ത് അഡക്വറ്റ് സപ്പോർട്ട് സിസ്റ്റംസ്. അത് ടെക്നോളജി ആയാലും ശരി, മാനുവൽസ് ആയാലും ശരി, അതിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് ആയാലും ശരി, പിന്നെ ഡിവോട്ടീസിനോടുള്ള കമ്മ്യൂണിക്കേഷനിലായാലും ശരി, മുറികളുടെ അലൊക്കേഷനിലായാലും ശരി, ഒക്കെ തന്നെ സുതാര്യവും പിന്നെ അത് ട്രാൻസ്പെയറൻറ്റ് ആൻഡ് ഇംപേഴ്സണലാവണം. സിസ്റ്റം നമ്മളിപ്പോൾ റെയിൽവേയിൽ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? എവിടെ നിന്നല്ല എങ്ങോട്ടെല്ലാം എടുക്കുക, സിസ്റ്റം ഡിസൈഡ്സ്. അവിടെ 15 സീറ്റ് കിടപ്പുണ്ട്, നിനക്ക് ഒരെണ്ണം തന്നേക്കല്ലേ. എന്നാലും പലപ്പോഴും അങ്ങനെയല്ല, അതവിടെ വച്ചേക്ക്, വേറൊരാൾ വരും, അങ്ങനെയുള്ളത് പറ്റിയല്ല. ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. നമുക്കാരെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ നിങ്ങളൊരു കോട്ട മാറ്റി വെച്ചോ, ടു ഒബ്ലൈജ് VIPs, തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാം കൂടെ ഇട്ട് കുഴച്ച് പറിച്ച് അങ്ങനെയാണെന്ന് ഞാൻ പറയല്ല കേട്ടോ, അങ്ങനെയാണെന്ന് ഞാൻ പറയല്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ചാലഞ്ചസും അവരുടെ കപ്പാസിറ്റി കേപ്പബിലിറ്റിയുമായിട്ടുള്ള ഒരു മിസ്മാച്ച് ഉണ്ടാവും. ആ മിസ്മാച്ച് മാറ്റി ഇതിനെ നമ്മളൊന്ന് അതിൻ്റെ ലെവലൊന്ന് വർദ്ധിപ്പിച്ചാൽ ഡിവോട്ടീസ് വിൽ ബി വെരി ഹാപ്പി. കൃത്യമായ ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്ന് കൃത്യമായി പെരുമാറ്റച്ചട്ടം മാത്രമല്ല, ഓരോന്നും എങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൊസീജിയർ അതാണല്ലോ. അത് അങ്ങനെ തന്നെ ചെയ്തെന്ന് ഉറപ്പുവരുത്താനുള്ള സൂപ്പർവൈസറി സിസ്റ്റംസ്, അത് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ള തരത്തിലുള്ള പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, വേറെ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ പറയില്ലേ, ബാങ്കുകൾ പഠിച്ചാൽ മതി. ബാങ്കിലെ ആളുകൾ ട്രസ്റ്റിൽ വിശ്വാസത്തിൽ കൊണ്ടിട്ടിരിക്കുന്ന കാശാണ്. അയ്യോ ഞാൻ വിചാരിച്ചു 15,000 രൂപ എന്നുള്ള, ഞാൻ 15 ലക്ഷം കൊടുത്തു പോയെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 15,000 രൂപയുടെ ചെക്കാണെന്ന് ഞാൻ 15 ലക്ഷം രൂപ എടുത്ത് കൊടുത്തു കേട്ടോ, ഒരിടത്തും പറയില്ലല്ലോ. ബിക്കോസ് ദർ ആർ ചെക്സ് ആൻഡ് ബാലൻസസ്, യു കനോട്ട് ഡു ഇറ്റ്. അതാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഈ മെസ്സേജ് ഇത് പിൽഗ്രിമേജ് നടത്തുക എന്നുള്ളതാണ്. ഈ തീർത്ഥാടനം ഭംഗിയായിട്ട് നടത്തണം, അതാണ് നമ്പർ 1 ഫോക്കസ്. ഈ 15-ാം തീയതി മുതൽ തീർത്ഥാടനം ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് നാളുകളെ അങ്ങേക്കുള്ളൂ. അപ്പോൾ അതിനു മുന്നിൽ ഈ വളരെ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മണ്ഡല തീർത്ഥാടന കാലം എങ്ങനെ മനോഹരമാക്കാൻ, കുറ്റമറ്റമാക്കാൻ കഴിയും? ഇപ്പോൾ ചാർജ് ഇറങ്ങുന്ന ബോർഡ്, പ്രശാന്തിൻ്റെ ബോർഡ്, തീർച്ചയായിട്ടും അവർ വെറുതെ ഇരുന്നില്ലല്ലോ. അവർ ഈ സീസണിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ. തീർച്ചയായിട്ടും അത് ഇല്ലാതിരിക്കില്ല, ഉണ്ട്. ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മേൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർ ആകെ കുളമാക്കിയിട്ടിരിക്കുന്നൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ദേ ഹവ് ഡൺ ലോട്ട് ഓഫ് പ്രിപ്പറേറ്ററി വർക്ക്സ്. കാരണം 17-ാം തീയതി ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ മേൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി. അങ്ങേക്ക് കുറേ കാലം അവിടെ ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ എവിടെയൊക്കെ അനാവശ്യ ഇടപെടൽ നടത്തുന്നു, എവിടെയൊക്കെ അവതാരങ്ങൾ വരുന്നു, മാരിചേകന്മാർ എവിടെയൊക്കെ വരുന്നു എന്ന് അങ്ങേക്ക് കൃത്യമായി ധാരണയുണ്ട്. അത് കൃത്യമായി അവിടെ ഒരു ശുദ്ധികലശം അത് തന്നെ ആയിരിക്കും എന്തായാലും ഇനി ചെന്നാൽ ഉടനെ. അതെന്തുകൊണ്ടാണ് ഈ സോ കോൾഡ് ഇടനിലക്കാരൊക്കെ വന്ന് ഫ്ലറിഷ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ആംബിഗ്വിറ്റി. വ്യക്തത വരാൻ സാധ്യമല്ല എന്നൊരു ധാരണയുമുണ്ട്. അയ്യപ്പൻ്റെ കാര്യമല്ലേ, മറ്റ് എല്ലാത്തിനും വ്യക്തത വരണം. നിങ്ങൾക്കിതാണോ വേണ്ടത്, യു ഗോ ടു ദാറ്റ്, ആ സെക്ഷനിൽ പോയിക്കൊള്ളുക. അവിടെ അതിൻ്റെ പ്രൊസീജിയർ, നടപടിക്രമം ഉണ്ടാവും. ഇഫ് ഇറ്റ് ഫിറ്റ്സ് ഇറ്റ് ഡു ഇറ്റ്. നമ്മളതിനകത്ത് പേഴ്സണലായിട്ട് ഇങ്ങനെ ചെയ്താൽ സാറ് ശരിയാക്കി തരാം, അങ്ങനെയൊന്നും ഇവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല. എവറിത്തിങ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഒരാൾ 10 കോടി രൂപ തരണമോ, വാങ്ങിക്കാം. അതിൻ്റെ പ്രൊസീജിയർ ഇതാണ്. അയാൾക്ക് രസീത് കൊടുക്കുക, എന്തിനാണ് അയാൾ തരുന്നത്, ആരെയാണ് കാണേണ്ടത്, അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, യു കം ടു ദി ഹയർ അതോറിറ്റി. ഇയാൾ ഇങ്ങനെ പറയുന്നത് ചെയ്യാമോ, അങ്ങനെയല്ലേ ഭരണം നടക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അയാൾ അങ്ങോട്ട് ഓടി അവസാനം ഒന്നും നടക്കാതെ ഒരു ഇടനിലക്കാരനെ പിടിച്ച് ആ അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് മാറ്റണം. പക്ഷേ ശബരിമല പോലൊരു സ്ഥലത്ത് ഇത്രയേറെ തീർത്ഥാടകർ വന്നു പോകുന്നൊരു സ്ഥലത്ത് ഈ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായി തീർത്ഥാടകർക്ക് വന്നു പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത്രയും കാലം കണ്ട് ശീലിച്ച ഒരു രീതി അതാണല്ലോ. അതിനല്ലേ ബോർഡ് ഇരിക്കുന്നത്. ബോർഡ് ഞങ്ങൾ 2-3 പേര് ബോർഡെന്നുള്ളതല്ല. ഈ ബോർഡെന്ന് പറയുന്ന സ്ഥാപനം എന്തിനാണ്? ബോർഡാണ് നടത്തേണ്ടത്, അല്ലാതെ ഇടനിലക്കാരാണോ നടത്തേണ്ടത്? വൈ ഷുഡ് ദർ ബി ഇൻ്റർമീഡിയറീസ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ ഇൻ്റർമീഡിയറീസ്? ഇൻ്റർമീഡിയറീസ് ആവശ്യമായി വന്ന സാഹചര്യം എന്തുണ്ടായിരുന്നുവെങ്കിൽ അവർ വരില്ലായിരുന്നു. ദീസ് ആർ ഓൾ നമ്മുടെ അനാലിസിസാണ്. ഈ സിസ്റ്റം അനലൈസ് ചെയ്യണം. വൈ ഡിഡ് ദേ കം? അവർ ഈ ഒരു വിടവിലൂടെയാണ് അവർ വന്നിരിക്കുന്നത്. സോ ആ വിടവ് നിർത്തുക. ഇറ്റ് ഈസ് പോസിബിൾ. അതൊരു റീഓർഗനൈസേഷൻ ഒരു വിഷയമുള്ള കാര്യമല്ല. കെ ജയകുമാർ എന്ന വ്യക്തി അല്ലെങ്കിൽ കെ ജയകുമാർ എന്ന IAS അങ്ങേക്കൊരു
അങ്ങയുടെ ഒരു നിലപാടുകളുണ്ടല്ലോ. ആ നിലപാടും ഈ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതിനകത്ത് ഇടപെടൽ എന്നൊരു വാക്കാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. ഇൻ്റർവെൻഷൻ അല്ലേ, ഇടപെടൽ. രാഷ്ട്രീയമായിട്ട് ഗവൺമെൻറ് ആസ് സച്ച് ഇടപെടാറില്ല, അതൊന്ന്. പിന്നെ വ്യക്തികൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. എന്തിനിടപെടണം? കോൺട്രാക്റ്റ് കൊടുക്കുന്നതിനോ, ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിനോ, നിയമിക്കുന്നതിനോ, കരാർ കൊടുക്കുന്നതിനോ, ഇതൊന്നും ആരും ഇടപെടേണ്ട കാര്യമില്ലല്ലോ. വെൻ ദർ ആർ സിസ്റ്റംസ് ഇൻ പ്ലേസ്. എങ്ങനെയാണ് കരാർ കൊടുക്കുന്നത്? കരാർ ടെൻഡർ ഫ്ലോട്ട് ചെയ്തു L1 കൊടുക്കുന്നു, ഇല്ലേ? ആളുകളെ നിയമിക്കണമെങ്കിൽ സുതാര്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ നടത്തി ഇൻ്റർവ്യൂ നടത്തി, പിന്നെ ഇൻ്റർവ്യൂ നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള 10 മാർക്ക് അവനവൻ്റെ ആളിന് 8 മാർക്ക് കൊടുക്കും. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഇൻ്റർവെൻഷൻ ഈസ് റെഡ്യൂസ്ഡ്, മിനിമൈസ്ഡ്. വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ മാർക്കിൽ വന്നേക്കാം, അത് ഞാൻ പറയുന്നില്ല. അതല്ലാതെ യു ഡു ദിസ്, ഈ ലിസ്റ്റ് അനുസരിച്ച് ആളെ വെച്ചോളണമെന്നൊന്നും ആരും ദേവസ്വം ബോർഡിൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. എന്നോടിന്ന് വരെ ഞാൻ ഈ 40-45 വർഷമായിട്ട് ഈ ഓരോ ജോലിയിലൊക്കെ ഇരിക്കുകയല്ലേ. ശുപാർശ പറയില്ല എന്ന് ഞാൻ പറയില്ല, ആളുകൾ പറയും. ശുപാർശ പറയുന്നതൊക്കെ നമ്മൾ കേട്ടോളണമെന്നില്ല, അത് ഇൻ്റർവെൻഷൻ അല്ല. അവർ പറയുന്നു ഇഫ് ദി കാൻഡിഡേറ്റ് ഈസ് ഗുഡ്, അതർവൈസ് എല്ലാം കൊള്ളാമെങ്കിൽ എടുത്തോ. ഓൾ തിങ്സ് ബീങ് ഈക്വൽ യു ടേക്ക് ഇറ്റ്. അല്ലാതെ ഇവൻ ശുപാർശ പറഞ്ഞാണ് ഇവനെ ഞാൻ ശരിയാക്കിക്കളാം എന്നങ്ങ് അങ്ങനെ വിചാരിക്കുമില്ല കേട്ടോ. ഇഫ് ദ കാൻഡിഡേറ്റ് ഈസ് ഗുഡ്, അയാൾ ശുപാർശ പറഞ്ഞു പോയി എന്നുള്ള ഒരു കുറ്റമല്ല. കാൻഡിഡേറ്റ് നന്നായിരിക്കണം, അത്രയേ ഉള്ളൂ. ദേവസ്വം ബോർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തോ ഭരണസമിതിയിലൊക്കെ ഇരിക്കുന്നവർക്ക് കമ്മീഷൻ ഏറ്റവും കൂടുതൽ അടിച്ചു വാരാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്ന രീതിയിലും ഒക്കെ പൊതുവെ ഒരു സംസാരം അല്ലെങ്കിൽ പൊതുവെ ഒരു ധാരണയാണ്. അത് എത്രത്തോളം ശരിയെന്നല്ല, പക്ഷേ അത് പൊതുസമൂഹത്തിലുണ്ട്. അത് മാറ്റിയെടുക്കാനായി അങ്ങ് എന്താണ് ചെയ്യാൻ? എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം നമുക്ക് ഈ കമ്മീഷൻ മാറ്റി ശീലമില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഴിമതിയും കൈയിട്ട് ഒരു പൊതുവെ പറയുകയാണെങ്കിൽ കൈയിട്ട് വരാൻ പറ്റിയൊരിടമാണ് ഇത് ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ലോകമാണ്. എവിടെയാണ് ഈ കൈയിടുന്നത്, എവിടെ നിന്നാണ് ഈ വാരുന്നത്, എല്ലാ പർച്ചേസിലും അതിനൊക്കെ സാധിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. അത് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പ്ലഗ് ചെയ്യണം. ഇപ്പോൾ എത്രയെങ്കിലും കോടി രൂപയുടെ ശർക്കര വാങ്ങിക്കുന്നു, ഉദാഹരണത്തിന്. ശർക്കര വാങ്ങിക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള മിക്കവാറും ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നായിരിക്കും. ആ ഫാക്ടറിക്കാരൻ എന്തിനിവിടെ കമ്മീഷൻ കൊടുക്കണം? ഇഫ് യു ഹാവ് നെഗോഷിയേറ്റഡ് വിത്ത് ഹിം ടു ദ ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. അയാളുടെ ലാഭത്തിൽ നിന്ന് പരമാവധി നമ്മൾ കുറച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അയാൾ കിലോയ്ക്ക് ഉദാഹരണത്തിന് 100 രൂപ പറഞ്ഞിരുന്നത് നമ്മൾ 80 രൂപയാക്കി കുറച്ച് കൊണ്ടുവന്ന് അവന് ആർക്കും കമ്മീഷൻ കൊടുക്കാൻ അയാളിൽ മാർജിൻ ഉണ്ടാവില്ല. അതിന് പകരം 100 അല്ല, അത് 150 ആയിക്കോ എന്ന് പറയുന്നിടത്ത്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് സിസ്റ്റംസ്. എനിക്ക് ഈ കമ്മീഷൻ വാങ്ങിച്ച് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണിത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമ്പ്രദായം ഉണ്ടാവണം. അതാണ് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം എന്ന് പറഞ്ഞതുപോലെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഏത് ജോലിയും നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു മൂഢവിശ്വാസമല്ല, കാരണം എൻ്റെ പ്രായം എന്നെക്കൊണ്ട് ആ മൂഢത്വം പറയാൻ അനുവദിക്കുന്നില്ല. ഈ SIT അന്വേഷണമൊക്കെ നടക്കുന്ന വേളയിൽ അവർ പ്രധാനമായും പറയുന്നത് പല രേഖകളും കാണാനില്ല, അതായിരിക്കും അങ്ങ് ചുമതലയേൽക്കുമ്പോൾ അങ്ങ് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരുന്നു, ക്ലാരിറ്റി വരുത്തുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ഇടപെടുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്തൊരു ഡോക്യുമെൻ്റ് എങ്ങും പോകില്ല. ഇറ്റ് വിൽ ബി ദെയർ, അതെങ്ങും പോവുകയില്ല. അതവിടെ എന്നേക്കുമായി അതവിടെ ഉണ്ടാവത്തക്ക സിസ്റ്റം ഉണ്ടാവണം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ ഇപ്പോൾ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ മറ്റൊരവസരത്തിൽ അത് വിശദമാക്കി തരും. അങ്ങ് പറഞ്ഞതുപോലെ ഈ വിരമിച്ച ശേഷം ഈ സാഹിത്യവും എഴുത്തും വായനയൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനി കൂടുതൽ പുതിയ എന്തെങ്കിലും ആ രീതിയിലുള്ള പുസ്തകം എഴുത്തോ അല്ലെങ്കിൽ? ഞാൻ സാഹിത്യത്തിലാണ് നമ്മുടെ മനസ്സ് കിടക്കുന്നത്. അപ്പോൾ എഴുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതാനായിട്ട് എല്ലാം എഴുതി വെച്ചിരിക്കുക. ടു ഡു ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായപ്പോൾ ഈ ഒരു ചുമതല വന്നതോടുകൂടി ഇതൊക്കെ തടസ്സമാകില്ലേ? കുറച്ച് സമയത്തിന് കുറച്ച് റീഅഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അത് സാരമില്ല, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന്. ആത്മകഥ എഴുതാനോ? ആത്മകഥ കുറച്ചൊക്കെ എഴുതിയല്ലോ, എന്നുവെച്ചാൽ കുറച്ച് സർവീസ് സ്റ്റോറി പോലെ എഴുതി. എന്താണ് സഞ്ചാരത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞ് മാതൃഭൂമി ബുക്സ് ഇറക്കി. സർവീസ് സ്റ്റോറി സർവീസ് സ്റ്റോറി കുറച്ച് എഴുതിയുള്ളൂ. അത് ഞാൻ അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് എഴുതിയില്ല. 2000 വലിയ പുസ്തകങ്ങൾ എഴുതേണ്ടി വരും. അങ്ങനെയൊക്കെ ജീവിതം മുമ്പോട്ട് പോവാണ്. ഇതൊക്കെ പിന്നെ ഒരു ദൈവഹിതം പോലെയും സന്തോഷമായിട്ട് ഇതൊക്കെ എടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടിയില്ലേ ഇതൊക്കെ. ശബരിമലയിലെ കാലം മാത്രം വെച്ച് വേറൊരു സർവീസ് എഴുതേണ്ടി വരും. അല്ല, ഇത് നന്നായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എഴുതും. എങ്ങനെയാണ് നമുക്കിത് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് ആണ് എഴുതേണ്ട. ഇപ്പോഴത്തെ അവസ്ഥ എന്ത്, ഇതിൽ നിന്ന് എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മേക്ക് മീ ദി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. ഈ പരിണാമത്തിൻ്റെ ഉപകരണമാക്കി എന്നെ മാറ്റിയാലും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ആ അർത്ഥത്തിൽ ഞാനൊരു നല്ല ഡിവോട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് വെൻ ഐ സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ഇറ്റ് ഈസ് ഓൾ ഹ്യൂമിലിറ്റി. ഹമ്പിളായിട്ട് ദൈവചൈതന്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ശീലം, മനസ്സുകൊണ്ട് നിൽക്കാനുള്ള ശീലം. ബാഹ്യമായിട്ട് വലിയ ഭാവഹാവാദികളൊന്നും ഞാൻ കാണിക്കില്ല, പക്ഷെ മനസ്സുകൊണ്ട് ഈ അപാര ചൈതന്യത്തിൻ്റെ മുമ്പിൽ വിധേയനായിട്ട് വിനീതനായിട്ട് നിന്ന് ഉയർന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം, അതാണ് ഈ എന്നെക്കൊണ്ട് ഈ ഉത്തരങ്ങളൊക്കെ പറയിച്ചില്ല ഞാൻ എന്തൊക്കെ അവിടെ ചെയ്യാൻ പോകുന്നോ അതൊക്കെ പറഞ്ഞത്. ഈ ധൈര്യമാണ് ഭഗവാൻ തരുന്ന ധൈര്യമാണ്. ഈ ആദിമ ചൈതന്യം നമുക്ക് തരുന്നൊരു ധൈര്യം. എന്തോ തരത്തിൽ നമ്മൾ കണക്റ്റഡ് ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തന്നെ എംബോൾഡൻ്റ് ആവും, നമുക്കൊരു ധൈര്യം ഉണ്ടാവും. എന്തായാലും അങ്ങേക്ക് എല്ലാവിധമായ ആശംസകളും. സന്തോഷം.